Good afternoon, all. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും നമുക്ക് ഡയറ്ററി സർവീസിന്റെ ഒരു ലാസ്റ്റ് ടോപ്പിക്ക് ഞാൻ എടുത്തായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ലാസ്റ്റ് ടോപ്പിക്കിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ ടൈമിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? പ്രോബ്ലംസ്, സിറ്റുവേഷൻസും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. ഇതാണ് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോയത്. നമുക്കറിയാം ഡയറ്ററി എന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തോട് കൂടെ മെഡിസിൻ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാം എന്താണ് ഭക്ഷണം കൂടി കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ഇപ്പൊ എല്ലാവരും ബോധവാന്മാരാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്, ടോപ്പിക്കാണ്. അതിൽ വരുന്ന കുറച്ച് സിറ്റുവേഷൻസ്, പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകളും പോളിസീസും കൂടിയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ഡൗട്ട് ഈ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും അതായത് പ്രോബ്ലം സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് നമുക്കറിയാം നിങ്ങളെ ഡയറ്ററി സർവീസ് വായിച്ചു നോക്കിയായിരുന്നോ? ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞല്ലോ. യെസ്, ഓക്കെ. ഞാൻ സ്പീഡിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ഒന്നുകൂടി എടുക്കാമെന്ന് തന്നെ വെച്ചത്. എന്തായാലും അതിലെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അതായത് നമുക്കറിയാം ഡയറ്ററി സർവീസിൽ ഒരു ചാർട്ട് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഡയറ്റീഷ്യൻ അദ്ദേഹം തയ്യാറാക്കുന്ന ചാർട്ട് അനുസരിച്ചിട്ടാണ് ഇൻപേഷ്യൻസിന് വ്യക്തികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇൻ കേസ് ആ ഡയറ്റീഷ്യൻ നിർദ്ദേശിച്ചത് അനുസരിച്ചിട്ടുള്ള രീതിയിലല്ല തയ്യാറാക്കിയത് എങ്കിൽ എന്താണ് അവർ തമ്മിൽ നഴ്സുമാരും അവിടെയുള്ള വർക്കേഴ്സും തമ്മിലിട്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചെറിയ പ്രോബ്ലംസ് ഇഷ്യൂ ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നു ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് അവിടെയുള്ള നഴ്സിംഗ് സ്റ്റാഫുകളും ഫുഡ് സർവീസ് ചെയ്യുന്ന അവിടെ സപ്ലൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ കൃത്യമായിട്ട് കുക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാനായിട്ട് നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളും തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചാർട്ടില് പറഞ്ഞ പ്രകാരമുള്ള ഭക്ഷണം തയ്യാറാക്കി വാർഡില് അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊടുക്കുന്നതെങ്കിൽ നഴ്സ് അത് എക്സാമിൻ ചെയ്യുമ്പോൾ അത് ഒന്ന് വെരിഫൈ ചെയ്യുമ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് പോയിന്റ് കംപ്ലൈന്റ്സ് അഗെയിൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. നമുക്കറിയാം ഭക്ഷണപരമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും കംപ്ലൈന്റ് വരുന്നത് എന്താണ്? അതിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെ, ഗുണമേന്മ കുറഞ്ഞു വരുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. Then trivial theft and robbery in the department. DPT എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണോ, ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ trivial theft and robbery in department എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ അല്ലെ, തഫ്റ്റുകളൊക്കെ മോഷണങ്ങളൊക്കെ ഉണ്ടാക്കാം. അതേമാതിരി തന്നെ വഞ്ചനാപരങ്ങൾ അല്ലെ, കൂടുതലായിട്ട് നമ്മുടെ കൂടുതൽ ചെറിയ രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മളിപ്പോ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും ഗുണമേന്മയുള്ള അതായത് വില കൂടുതലായിട്ടുള്ള നട്സും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മോശം പോയി കഴിയുമ്പോൾ എന്താണ് അതിന്റെ ഗുണമേന്മ നഷ്ടപ്പെടും അല്ലെ. ആ ഒരു രീതി ചെറിയ രീതിയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ട്. അതായത് നമുക്കറിയാം ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഓക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോ ആ ഒരു പർച്ചേസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വസ്തുക്കൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെ നഷ്ടപ്പെടാം. നമുക്കറിയാമല്ലോ ചിലപ്പോഴൊക്കെ ചാക്ക് കണക്കിന് സാധനങ്ങൾ ചിലപ്പോൾ ഓൺ ദ വെയിൽ തന്നെ മിസ്സിംഗ് ആവും. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ വഞ്ചനകളും എന്താണ് ഇത്തരത്തിലുള്ള സർവീസ് നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. നമുക്കറിയാം അവിടെ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, അത് ഭക്ഷണ പദാർത്ഥങ്ങൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുകി മണോ അതേമാതിരി തന്നെ അണുക്കളൊക്കെ ഉണ്ടാവാന് പുഴുക്കളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നല്ല രീതിയിലല്ല ഈ വേസ്റ്റ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ അപ്പൊ അത്തരത്തിലുള്ള തർക്കങ്ങളും ധാരാളം വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്താണ് നമ്മുടെ ഡയറ്ററി സർവീസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ഓക്കെ, ഇനി എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി. അതായത് ഡയറ്ററിയിൽ വരുന്ന നിയമങ്ങൾ, നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ്. ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. പ്രധാനമായിട്ടും ഡയറ്റീഷ്യൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ, അതേമാത്രം തന്നെ ക്വാണ്ടിറ്റി. നമുക്കറിയാം ചിലപ്പോഴൊക്കെ എന്താണ് നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ അളവ് അത് ഇച്ചിരി കുറവായിട്ടാണ് വിതരണം ചെയ്യുന്നെങ്കിൽ അത് ഒരു ഇഷ്യൂ തന്നെയാണ് അല്ലെ, ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ത്യൻ കുട്ടിക്ക് ഇത്രമാത്രം ഫുഡ്, ക്വാളിറ്റിയോട് കൂടിയ ഫുഡ് ഉണ്ടായിരിക്കണം അല്ലെ, അത് സപ്ലൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. നമുക്കറിയാം ഡയറ്റീഷ്യൻസ് ആണ് ചാർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അവർക്കറിയാം ഇന്ന സാധനങ്ങൾ ഇന്ന പേഷ്യൻസിനെ മസ്റ്റായിട്ട് വേണം, അപ്പൊ ഇന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, മേടിക്കേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള എമർജൻസി ആയിട്ട് മേടിക്കേണ്ട വസ്തുക്കളുടെ ലിസ്റ്റുകളൊക്കെ ഇൻചാർജ് ഉള്ള വ്യക്തിക്ക് കൊടുക്കാനുള്ള അധികാരപ്പെട്ട വ്യക്തികൾ ഇത് കൈമാറേണ്ടതാണ്. Then a team consisting of 3 or 4 members should be inspected the food items received. അതായത് 2-3 മെമ്പേഴ്സ് എങ്കിലും ഒരു നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഈ ഫുഡ് ഐറ്റംസിനൊക്കെ നല്ലതാണോ മോശമാണോ എന്നൊക്കെ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണോ എന്നൊക്കെ 2-3 പേരൊക്കെ ഒരു ടീമായിട്ട് തന്നെ നിരീക്ഷിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. എവറിഥിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ്. അതായത് ഈ ഒരു നയത്തിൽ പറയുകയാണ്, അവിടെയുള്ള ഡെയിലി സർവീസിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം, എന്ന് വെച്ചാൽ പരിപാലിച്ചുകൊണ്ട് പോകണം. ഒപ്പം തന്നെ നമുക്കറിയാം ഒരു ആ സർവീസ് എന്ന് പറയുമ്പോൾ ക്ലീനിങ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അപ്പൊ ക്ലീനിങ് പ്രോസസ്സും കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. Then proper sanitation and clean lines that include road and control measure should be noticed. അതായത് ഇതിലെ പ്രത്യേകം എടുത്തു പറയുന്നത് ക്ലീൻ ലൈൻസ് വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിപ്പയർ ചെയ്യുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആ ഭാഗത്ത് ക്ലീൻ ലൈൻസ് ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട് അല്ലെ. ഈ ഐറ്റംസ് അരിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കാരി വസ്തുക്കളും പച്ചക്കറികളും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ സ്റ്റോറിങ് ചെയ്ത് വെക്കുന്ന പ്ലേസും നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും അല്ലെ. അവിടെ റോഡ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എലിശല്യൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ നല്ല ഫുഡുള്ള പ്ലേസുകളിലൊക്കെ ആയിരിക്കും ഇതെല്ലാം സൂക്ഷിച്ചൊക്കെ വെക്കേണ്ടത്. സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യൻസ് കിച്ചൺ throughout all working hours and the work schedule should be arranged properly. അതായത് സൂപ്പർവൈസർ നിരീക്ഷണ യോഗ്യത അവരെ നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്തായാലും എന്താണ് കിച്ചണൊക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാ അവേഴ്സുകളിലും എല്ലാ മണിക്കൂറുകളിലും പരിശോധന നടത്തണം. അതേമാതിരി തന്നെ നമുക്കറിയാം ഇതൊരു 24 hours വർക്കിംഗ് ഉണ്ടാവുന്നതാണ് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അപ്പൊ അതനുസരിച്ച് തന്നെ ഇതിന്റെ ക്യാബിൻ സർവീസുകളും മറ്റ് സർവീസുകളും അല്ലെങ്കിൽ പേഷ്യൻസിന്റേതായിട്ടുള്ള സേവനങ്ങളെല്ലാം വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. മോർണിംഗിൽ അതേമാതിരി തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ അങ്ങനെ എല്ലാ ടൈമുകളിലും ഇവർക്ക് കൃത്യമായിട്ട് ഫുഡുകൾ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്കേഴ്സ് ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്യണം. Then the ward should be visited by dietitian every day. അതായത് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും തന്നെ അല്ലെ മസ്റ്റായിട്ട് വാർഡുകൾ വിസിറ്റ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. വിസിറ്റ് അല്ലെ വാർഡ് വിസിറ്റ് എവറി ഡേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ആൻസർ നോട്ട് ചെയ്ത് പറയണം ആരാണ് വിസിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ദെൻ സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. സർവീസുകൾ സമയക്രമമൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെഡ്യൂളായിട്ട് വ്യക്തികളെയൊക്കെ നിയമിക്കേണ്ടതുണ്ട്. ഒരു ടൈമിങ്ങിലും വ്യക്തികളുടെ ഒരു ഒഴിവുണ്ടാവാൻ പാടില്ല അല്ലെ. അവിടെ സെർവ് ചെയ്യുന്നവരാണെങ്കിലും കുക്ക് ചെയ്യുന്നവരാണെങ്കിലും അതേമാതിരി തന്നെ മറ്റ് ഏതെങ്കിലും അതിന്റെ അണ്ടറിൽ വരുന്ന പേഴ്സൺസിന്റെ ഒരു ഗ്യാപ്പ് അവിടെ വരാൻ പാടില്ല. എല്ലാ ഷെഡ്യൂൾ ടൈമുകളിലും വ്യക്തികളെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. Then nurses should examine and oversee the distribution of meals in the wards. അതായത് വാർഡുകളിൽ കൊടുക്കുന്ന ആ ഒരു വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ആ ചാർട്ട് പ്രകാരം തന്നെയാണോ ഈ പേഷ്യൻസിന് ഇൻപേഷ്യൻസിന് ഡയറ്റീഷ്യന്റെ ഒരു ഇതുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണോ ഭക്ഷണം വിതരണം ചെയ്തിരിക്കുന്നതെന്ന് എക്സാമിൻ ചെയ്ത് നോക്കേണ്ടത് ആരാണ്? നഴ്സുമാരാണത് എക്സാമിൻ ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോളിസി ആൻഡ് പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ട് പോയാലോണം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട്
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നമ്മള് എന്താണ് നമുക്ക് അറിയാം എന്താണ് എക്സാം എന്നുള്ള ഒരു കടമ്പാടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കാം. നമുക്കൊരു ചെറിയ ടൈം ഉണ്ട്, അതായത് ഇത്രയും അല്ലെ ഈ സമയം അത്രയും നമുക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. നമ്മളിപ്പോ എടുക്കുന്ന ഈ ചാപ്റ്റർ തുടങ്ങി അങ്ങോട്ട് പോകാം. കാരണം സർവീസ് എന്തായാലും എടുത്ത് വെച്ചിരിക്കാം അല്ലെ. അപ്പൊ ഇതിന്റെ ഭാഗത്ത് നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം വെറുതെ ആണെങ്കിൽ. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മീൻ ചെയ്തെടുക്കാൻ ഡയറ്ററി സർവീസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഇത് ഭക്ഷണത്തോടൊപ്പം മെഡിസിൻസും കൂടി കൊടുത്ത് വ്യക്തിയുടെ രോഗാവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നതാണ്. ചില വ്യക്തികൾക്ക് കിടത്തി ചികിത്സയോടൊപ്പം തന്നെ ആകുമ്പോൾ ഇൻപേഷ്യൻസ് ഡയറ്റീഷ്യൻ പറയുന്ന ചാർട്ട് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിർത്തി വെച്ചത് എടുത്തിട്ട് നിങ്ങളുടെ എക്സാമിനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് നിങ്ങൾക്ക് നാളെ തുടങ്ങി ക്ലാസ് ഉണ്ടാവില്ല. 3-ാം തീയതി വരെ ഹോളിഡേ ആയിരിക്കും. 6-ാം തീയതി എക്സാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാൻ പറഞ്ഞിട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോ നമ്മള് പറഞ്ഞു നിർത്തിയ കാര്യം എന്താണ്, ഡയറ്ററി സർവീസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോ നമ്മൾ കണ്ടായിരുന്നു പേഷ്യൻസ് ആണെങ്കിൽ അവര് പറയുന്ന ചാർട്ട് പ്രകാരമുള്ള ഭക്ഷണക്രമങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് കണ്ടായിരുന്നു ഇത്തരത്തില് ഡയറ്ററി സർവീസിൽ പ്രധാനമായിട്ടും പല കാര്യങ്ങളും ഡയറ്റീഷ്യൻസ് പറയും. ചിലർക്ക് ചില ഫുഡുകൾ അല്ലെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതൊക്കെ എല്ലാം ഒരു മിതമായ അളവിലാണ് അല്ലെ. ചിലർക്ക് അത് നാളെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. നാളെ തുടങ്ങി ലീവാണ്. അതായത് ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടൈം തരുന്നതാണ്. 3-ാം തീയതി വരെ സ്റ്റഡി ടൈം തന്നിട്ട് 4-ാം തീയതി എക്സാം നടത്താം എന്നുള്ളത് എന്തായാലും മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മള് പറഞ്ഞത് ഇതിന്റെ ആ ഒരു കാര്യങ്ങൾ, അതായത് ഓരോ ഡോക്ടേഴ്സും ഓരോ വ്യക്തിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതിനൊരു മീനിങ് ഇച്ചിരി ഡിഫിക്കൽട്ട് തോന്നിയത് റിമൈൽ ഡയറ്റ് ആണ്. അതായത് അത് കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ടാണ് അതിലുള്ളത്. കാരണം ഡയാലിസിസുമായി ബന്ധപ്പെട്ടൊക്കെ വരികയാണെങ്കിൽ ഇന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ള ഒരു ചാർട്ട് ആയിരിക്കും. അതനുസരിച്ചിട്ട് ആ വ്യക്തി അത് കഴിക്കാനായിട്ട് പാടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു ഇതല്ലേ സോഫ്റ്റ് ഡയറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം. ഹെവി ആയിട്ടുള്ള ഫുഡ് ഉപേക്ഷിച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അതേമാതിരി ഡയബറ്റിക് പേഷ്യൻസിന് ആണെങ്കിൽ അത്തരത്തിലുള്ള ഡയറ്റ് ഹൈ പ്രോട്ടീൻ ലോഹിയ വസ്തുക്കൾ കഴിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ചാർട്ട് തയ്യാറാക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മളെന്താ എപ്പോഴും നമ്മള് ഓരോ വ്യക്തികളുടെ എന്തെങ്കിലും ആ രോഗാവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റീഷ്യന്മാര് ചാർട്ട് തയ്യാറാക്കുന്നു. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ച് നോക്കുക. ഇനി ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള ഡയറ്റ് ചാർട്ടൊക്കെയാണെന്നുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കാം. ലോ സോഡിയം ഡയറ്റ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ വീണ്ടും
എന്താണ് ചിലർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കട്ടിയുള്ള ഭക്ഷണങ്ങൾ ചവച്ചരച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫുഡ് നമുക്ക് നിർദ്ദേശിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തന്നു കഴിയുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കുക. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹെവി ആയിട്ടുള്ള ഫുഡിന് മാറ്റി നിർത്തിയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യക്തികൾക്ക് കൊടുക്കുന്നത് എന്താണെന്ന് ഒന്ന് അല്ലെങ്കിൽ ചെറിയ ഭക്ഷണം ബ്രെഡൊക്കെ കഴിക്കുക അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക എന്നൊക്കെ ആയിരിക്കും നിർദ്ദേശിക്കുന്നത്. അതായത് പെട്ടെന്ന് പ്രക്രിയ നടന്നു പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രോട്ടീൻസുകൾ, അതായത് പോഷക സമൃദ്ധമായ എന്തെങ്കിലും ഉള്ളിൽ ചെല്ലാനും കൂടി നിരീക്ഷിച്ചിട്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നിങ്ങളത് ക്യാച്ച് ചെയ്യുക. പിന്നെന്താണ് നമ്മുടെ വീണ്ടും കൊമേഴ്ഷ്യൽ മീനിങ്ങിൽ വന്നായിരുന്നു. അതായത് പിന്നെ സ്റ്റാഫിങ്ങിന്റെ ഈ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് ബിയറേഴ്സ് എന്നുള്ള ടേം വരുമ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യുക. അത് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വിതരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പേഴ്സൺസ് ആണ്. സൂപ്പർവൈസറിന്റെ അണ്ടറിലാണ് കുക്കും ബിയറേഴ്സും വരുന്നത് എന്നുള്ള കാര്യത്തിൽ ചെയ്യാം. പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻപേഷ്യന്റിന്റെയും ഡയറ്റ് കൗൺസിലിംഗ് എന്താണ്, അതായത് ഔട്ട് പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത്. കാരണം അവരെ അവിടെ കിടത്തി ചികിത്സിക്കുന്നില്ല, അവർക്ക് മൊത്തത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അതിന് നോക്കുന്നത്. ഇന്നത്തെ വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലോ വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ രോഗാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ആ രീതിയിലാണ് അവരെ മനസ്സിലാക്കി വരുന്നത്. കമേഴ്ഷ്യൽ കാറ്റഗറിയിൽ നമുക്കറിയാം ഒരു നിശ്ചിത തുക അല്ലെ ഒരു വാണിജ്യ ടേമിലാണ് ആ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്നത്. അതായത് ബിസിനസ് ടേമില്, അതായത് നമ്മൾ ഒരു നിശ്ചിത തുക കാറ്ററിംഗിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുന്ന അനുസരിച്ചിട്ട് നിക്ഷേപിക്കാതെ അവർക്ക് കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവർ ആ തുകയ്ക്കുള്ള ഭക്ഷണം അല്ലെ ആ ഒരു സർവീസ് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു ടേം അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാഫിനാണെങ്കിലും അവരൊരു നിശ്ചിത പൈസ ഈടാക്കിയിട്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസിനോടൊപ്പം വിസിറ്റേഴ്സിനാണെങ്കിലും അത് നമുക്കറിയാം. കാറ്ററിംഗ് സർവീസിന് മാത്രമല്ല വേറെയുള്ള ചെറിയ ചെറിയ നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ ഒക്കെ സ്ഥലത്തൊക്കെ ചെറിയ രീതിയിലുള്ള കോഫി ആണെങ്കിലും സ്നാക്സ് ഒക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ പേ ചെയ്തിട്ട് അവര് നല്ല മിതമായ നിരക്കില് നമുക്ക് ആ സേവനം കാഴ്ചവെക്കുന്നതാണ്. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റിസർച്ച് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കൂടി പറ്റുന്ന വിധത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ഇതില് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. പിന്നെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന മിനി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവെ ചോദിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പൊതുവെ ആരാണ് ഹൂ ലൈബിൾ ഫോർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് എന്നൊക്കെയുള്ള ഈ ടേംസുകളിൽ മിക്കതും ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇത് വെച്ചിട്ട് അല്ലെ വിസിറ്റ് ബയോഡൈജഷൻ എവറി ഡേ എന്നൊക്കെ ഉള്ളത് സ്റ്റഡി ലീവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഇംഗ്ലീഷിന്റെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ വലിയ ഡിഫിക്കൽറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് ലൈബ്രറി സർവീസ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ അല്ലെ. ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിങ്ങൾ എന്താണ് ജസ്റ്റ് കണ്ടായിരുന്നത്? ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പൊതുവെ എന്താണ് വളരെ സിമ്പിൾ തന്നെയാണ്, വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും വളരെ സിമ്പിൾ ആണ് അല്ലെ. കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവെ ചോദിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഏത് വേർഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാര്യങ്ങൾ എന്താണ് പ്രധാനമായിട്ടും എന്തിനു വേണ്ടി ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുവെ അങ്ങനത്തെ. പിന്നെ WHO ഫുൾ ഫോം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പൊതുവെ ചോദിക്കാറ്. എന്താണ് WHO ഫുൾ ഫോം? എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഹോസ്പിറ്റലിൽ നമ്മൾ ഇഞ്ചുറീസ് മറ്റുകളൊക്കെ വരുമ്പോൾ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത്. ഹോസ്പിറ്റൽസ് എന്ന വാക്കിൽ നിന്നാണ് ഹോസ്പിറ്റലിൽ ഡിറൈവ് ചെയ്തു വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് പൊതുവെ നമുക്ക് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പൊതുവെ നമുക്ക് എന്തൊക്കെ ശരിക്കും മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് പൊതുവെ അവിടെ നിന്ന് കിട്ടാറുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻട്രൊഡക്ഷൻ ചിന്തിക്കുക ചാപ്റ്റർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്
ഓക്കെ, അത് അടുത്തത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലാണ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലും ഏതാണ്ട് അതുമാതിരി തന്നെ നമുക്ക് ആ ഇയേഴ്സ് അല്ലെ, ഏതാണ് അവിടെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. അത് എന്തിൽ നിന്ന് എവിടെ നിന്നാണ്, അതായത് അതിന് സ്റ്റാർട്ട് ചെയ്ത് വന്നത് പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ഇതാണ് നിന്നാണ് എന്നുള്ളത്. പിന്നെ ആ വീട് സമ്മതം എന്നുള്ളത് അതിന്റെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇത് കോഡാണ് കൊളാബി കോഡ്, അതിൽ നിന്നാണ് ഈഷ്യൻ ലോണാസ് മെസോപ്പൊട്ടേമിയ കുമരേറി. അതായത് ആദ്യകാലത്തൊന്നും പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും തയ്യാറാക്കാനായിട്ട് അവരുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പണ്ടത്തെ രാജാക്കന്മാരുടെ ഭരണാധിപന്മാരുടെ നിയമാവലിക്ക് രീതി അതാണ് അവര് ഫോളോ ചെയ്തിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് ആയിട്ട് അതുമാതിരത്തെ ഒരു രീതിയിലേക്കാണ് കൊണ്ടുവന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ എന്താ പൊതുവെ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ടീച്ചർ ആരൊക്കെ എന്നൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. അല്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് ചെറുതായിട്ടൊക്കെ, അതൊക്കെ ജസ്റ്റ് നോക്കാം. ഹു ഈസ് ദ ഫാദർ ഓഫ് സർജറി, അതൊക്കെ എന്താണ് നമ്മുടെ പൊതുവെ അല്ലെ ഇതിലൊക്കെ പഠിച്ചു പോയതാണ്, മോക്ക് ടെസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തി പോയതാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സുശ്രുത എന്നുള്ളത് അത് ആ ഒരു കാര്യങ്ങളല്ല, ആയുർവേദ ആരാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ സംഭവങ്ങളാണ് അതില് സുശ്രുത എന്നുള്ളത്. പിന്നെ ആയുർവേദത്തിൻ്റെതായ നീങ്ങി വരുമ്പോൾ അതാണ് യുനാനി, അതിന്റെ ആരാണ് ആ ഒരു ടേമുകൾ ആരാണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഫാദർ ഓഫ് യുനാനി, ഫാദർ ഓഫ് ആയുർവേദ, ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറുണ്ട്. പിന്നെ ഓക്കെ, അക്ബർ യുനാനി. ഓക്കെ, യുനാനി മെഡിസിൻ പീരിയഡ്. Then ഹിപ്പോക്രാറ്റ്സ് വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ അതാണ് ജസ്റ്റ് നോക്കുന്നത്. വായിച്ചു പോയതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് ആ വ്യക്തികളുടെ പേരുകളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങോട്ടൊന്നും മാറിപ്പോകാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് വേറൊന്നും ഇതിൽ വരുന്നതായിട്ട് കാണാറില്ല. ഈ വ്യക്തികളുടെ പേരുകൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ ഇയർ എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ് കൽക്കത്ത, അങ്ങനെയൊക്കെ ജസ്റ്റ് ചോദ്യം റയറായിട്ടാണ് ചോദിക്കുന്നത്. ഈ എല്ലാ ഇയേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണമെന്നൊന്നുമില്ല. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കത്ത 1835, 1850 മുംബൈ 1845, ആദ്യത്തെ ചെന്നൈയിൽ 1850 ആണ്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കത്ത 1835 ആണ്. പിന്നെയുള്ളത് നമ്മളുടെ മറ്റ് പ്രത്യേകിച്ച് വേറെ ഇതിലും പ്രത്യേകിച്ച് കാണുന്നില്ല. പ്രധാനമായിട്ടും ഹിസ്റ്ററിയിലായിട്ട് നോക്കുമ്പോൾ ഈ കാര്യങ്ങളുടെ ഇതുകൾ ആരാന്നുള്ള കാര്യം നോട്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്കുള്ളത് ഏതാണ്? ഫ്രണ്ട് ഓഫീസ് ആണ്. ഇച്ചിരി വലിയ ചട്ടം കൂടിയാണ് അല്ലെ ഫ്രണ്ട് ഓഫീസ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഫ്രണ്ട് ഓഫീസ് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ കിട്ടുന്നതിനെ നോട്ടിഫൈ ചെയ്തിട്ടൊന്നും പറയാം. എന്തെങ്കിലും പറഞ്ഞു തരേണ്ട ഭാഗം ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസില് നമുക്കറിയാം, ഫ്രണ്ട് ഓഫീസിലെ പ്രധാനമായിട്ട് റിസപ്ഷനിസ്റ്റിന്റെ കുറെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു പവർ, അതായത് ഫേസ് ആൻഡ് വോയിസ് ആണ്, സെൻട്രലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നല്ല സാമൂഹികമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞായിരുന്നു.
അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഫ്രണ്ട് ഓഫീസറെ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഇംപ്രഷൻ ഹോസ്പിറ്റലിന്റെ ഓവറോൾ ഇംപ്രഷൻ പ്രദാനം ചെയ്യുന്ന പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. പിന്നെ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ, വോയിസ് ദ ഫേസ് ആൻഡ് ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുമ്പോഴും നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് ആണ്, അദ്ദേഹം തന്നെയാണ്. പിന്നെ കസ്റ്റമർ എന്താണ് അത് എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, കസ്റ്റമർ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനമായിട്ടുള്ള മീനിങ് അതിന്റെ ഹാബിറ്റ് ആണ്, അതായത് ശീലം. അത് പിന്നെ അതേമാതിരി തന്നെ കസ്റ്റമറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട്. കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ഒക്കെ അവരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോഴും നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലാണ് ചില ഹോസ്പിറ്റലുകളെല്ലാം കസ്റ്റമേഴ്സ് തിരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കസ്റ്റമർ സർവീസസ് നമ്മൾ പറഞ്ഞിരുന്നു. ചില തരത്തിലുള്ള എന്തെങ്കിലും റിട്ടേൺസ് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ വാട്സപ്പിൽ നമുക്ക് റിസൾട്ട് അയച്ചു തരുന്നു, അങ്ങനെ എന്തെങ്കിലും. അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഷീറ്റ് എടുക്കുമ്പോൾ കുറച്ച് നമ്മള് ബിസിനസ് ലാംഗ്വേജിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു TV എന്തില് പറഞ്ഞു തരുന്നത്, അതായത് ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുമ്പോഴുണ്ടാകുന്ന കുറെ ഫെസിലിറ്റീസ്, കുറെ സൗകര്യങ്ങൾ ചെയ്തു തരുന്ന മാതിരിയാണ് കസ്റ്റമർ സർവീസ് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കി വയ്ക്കാം. പിന്നെന്താണ് പ്രധാനമായിട്ടും CRM അല്ലെ, അതിന്റെ ട്രാൻസ്ഫോം എന്താണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRM നമുക്ക് മനസ്സിലാക്കുക. പിന്നെന്താണ് അതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ അവർക്ക് ഹോസ്പിറ്റലുകാർക്കും ഇതിനെ കുറിച്ചിട്ട് നല്ല അറിവ് കിട്ടും. അതേമാതിരി തന്നെ CRM ഫുൾഫിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റിനെ കുറിച്ചിട്ടും നല്ലൊരു അറിവ് കിട്ടുന്നതാണ് അവർക്ക് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോ എന്താണ് നമുക്ക് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നു എന്നാണ് ആ വേർഡ് മീനിങ് തന്നെ എടുത്ത് പറയുന്നത്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം, കുറച്ച് അഡ്വാൻറ്റേജസ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് എല്ലാത്തിനും കൂടി ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുക. പെട്ടെന്ന് അവരെ സാധാരണ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതോടൊപ്പം മറ്റു ഡീറ്റെയിൽസും കൂടി അവരുടെ എന്തെങ്കിലും നേരത്തെയുള്ള എക്സ്പീരിയൻസും വെച്ചും ഉള്ള ഡീറ്റെയിൽസും കൂടി, അതായത് നേരത്തെ അവർക്കുള്ള ഹിസ്റ്ററിയും കൂടി മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഇൻ കേസ് മെഡിക്കൽ ബിൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാറൊക്കെ അവരിനൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. കാരണം ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ഉണ്ടെന്ന് അവർ നേരത്തെ കൂട്ടി ഇവരോട് അല്ലെ നമ്മൾ CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സ് പറയുന്നത് കൊണ്ട് അത്തരത്തിലുള്ള എറേഴ്സ് ഒക്കെ കുറവായിരിക്കും. പിന്നെ അതിന്റെ ചെറിയ വെറൈറ്റിയാണ് കാണിച്ചത്. പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗോൾ, മെയിൻ ഗോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പദം എടുത്ത് വരുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്തായാലും മെയിൻ ഗോളിൽ പറയുന്നുണ്ട് അവര് സാറ്റിസ്ഫൈഡോട് കൂടി, കസ്റ്റമർ സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് റിസപ്ഷനിസ്റ്റ് നല്ല ഒരു കാര്യം ചെയ്തു എന്നുള്ളത് അല്ലെ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോള് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത് പറഞ്ഞയിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഫങ്ഷൻസില് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങള്, രജിസ്ട്രേഷൻ ഇതിന്റെ ഓരോന്നിന്റെ അണ്ടറിൽ എന്താ വന്നത് ജസ്റ്റ് നോക്കണോണ്ട, ഇൻഫോർമേഷന്റെ അണ്ടറിലാണ് താരീഖൊക്കെ വരുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ചില ക്വസ്റ്റ്യൻസ് എന്തിന്റെ അണ്ടറിലാണ്, ഏത് ഹോസ്പിറ്റലിന്റെ ഏത് ഫംഗ്ഷന്റെ കീഴിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്നുള്ള ചോദ്യം കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണ്ടി നോക്കാം. റയറായിട്ടാണ് അവരെ ചോദിക്കുന്നത്. അപ്പൊ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും വായിച്ചു നോക്കാം. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് ഈ ഇതാണ്, എന്താണ് പൊതുവെ നമ്മുടെ ഡെസ്കുകൾ ഉണ്ടല്ലേ, മെയിൻ ഗോൾ ഇവിടെ വരുന്ന satisfaction of their face and feeling how to be well taken care of by you and your employees. സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ അവർക്കൊക്കെ നല്ലൊരു ബന്ധം കാഴ്ചവെച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അതൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ളതിൽ അവർക്ക് സാറ്റിസ്ഫൈ ആവുന്നത്. പിന്നെ ഇതില് പൊതുവെ വരുന്ന ഇത് നമ്മളുടെ ഇവരുടെ ഡ്യൂട്ടികൾ, അതായത് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അപ്പൊ അത് ആരുടെ ഡ്യൂട്ടിയാണെന്നുള്ളൊരു മിക്കപ്പോഴും ചെയ്യിക്കാറുണ്ട്. അതുപോലെ ഒന്ന് നോക്കാം. അതായത് വിച്ച് ഡിപ്പാർട്ട്മെന്റ്, ഡോക്ടേഴ്സ്, എംപ്ലോയീസ്, നമ്പേഴ്സ്, എവിടെ നിന്നാണ് ഈ
എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണെന്നുള്ളത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ചോദിച്ചറിയുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ഏത് ഡിസ്പാച്ചിലാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇവരുടെ റോളുകൾ, ചെക്കിന്റെ റോളുകൾ ഉണ്ടാകുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കോർഡിനേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ കൂട്ടുക, അല്ലെങ്കിൽ മറ്റു ഇതികളിലേക്കൊക്കെ വായിച്ചു പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ ഫെസിലിറ്റീസ് കസ്റ്റമേഴ്സിനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചു ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്കത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങള് നോക്കി വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമായി. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് നോക്കി വരണമെന്ന് പറഞ്ഞത്. പിന്നെന്താണ് വീണ്ടും അതിൽ പറയുന്നത്, എനിക്ക് ക്വസ്റ്റ്യൻസ് സാധാരണ CRM-നെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ PHI എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചോണം. PHI എന്ന് പറയുമ്പോൾ എന്താണ്, അത് പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രൂപമാണ്. അത് കണ്ടായിരുന്നു, അത് വായിച്ചു നോക്കിയായിരുന്നു. അതായത് PHI ഇതിലൂടെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് വായിച്ചു വെച്ചത്. നേരത്തെയും കടന്നുപോയ ഒരു പോർഷനാണ്, എന്നാലും ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. PHI എന്നുള്ളത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മെയിൻ ചോദ്യമാണ്. നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, മെയിൻ ചോദ്യം തന്നെയായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. PHI എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ സൈറ്റ് കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതെ, പ്രൊട്ടക്റ്റീവ് ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ്. അത് പ്ലെയിൻ സൈറ്റ് കൊണ്ട് വായിച്ചെടുക്കാതെ എന്താണ് പ്രൈവസിക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, നമുക്കറിയാം CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ സോഫ്റ്റ്വെയറിൽ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ PHI-യുടെ അകത്ത് കയറ്റിവെങ്കിലും അത് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി പിന്നെ പ്രധാനമായിട്ടുള്ളത് സ്കിൽസ് ആണ്. അറിയാം, ടെലിഫോൺ അതായത് മര്യാദകൾ അല്ലെ, പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. ചിലതിനൊക്കെ റിപ്ലൈ കൊടുക്കണമെങ്കിൽ കാണിക്കേണ്ട മര്യാദകളുണ്ട്, ചില ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ കാണിക്കുന്ന മര്യാദകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺഫിഡബിലിറ്റി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കി വെച്ചേക്കുക, എന്താണെന്നുള്ളത് മീൻ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അല്ലെ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഒരുപാട് ഇതുകൾ വരുമ്പോഴേ ഓപ്ഷൻസ് വരുമ്പോ എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറത്തുനിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും അല്ലെ നമുക്ക് ഡൗട്ട് അടിപ്പിക്കുന്ന ഓപ്ഷൻസ് കുറവായിരിക്കും. പൊതുവെ അതിനോട് ചേർന്ന ഓപ്ഷൻസ് ആയിരിക്കും പൊതുവെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇതിലുണ്ടോ, അതായത് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭാഗം എടുത്തു തരേണ്ടതുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഭാഗം പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. ക്ലിയർ ആണോ? അഡാപ്റ്റബിലിറ്റി. ഓക്കെ, അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഇന്റീഗ്രേറ്റ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. അതായത് നമ്മള് വ്യത്യസ്ത പേഴ്സൺസ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ, പേഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരോട് ചേർന്ന് പോകാനായിട്ട് ഒരുപക്ഷെ റിസപ്ഷനിസ്റ്റിനെ പറ്റിയെന്ന് വരില്ല. അതായത് അവരുടെ സ്വഭാവത്തിനോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ കൂടി എന്താണ് ഇവരുടെ സ്കില്ലില്, ഇവരുടെ ആ ഒരു ഇതില് കഴിവിന്റെ ഉള്ളില് എന്താണ് അവരോട് ചേർന്ന് പോകാനായിട്ട്, അവർക്ക് യോജിച്ചു പോകാനായിട്ട്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ യോജിച്ചു പോകുക എന്നാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പൊ അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കസ്റ്റമർ ആരാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പേഴ്സൺസ് ആയിരിക്കും, നമ്മുടെ സ്വഭാവത്തിന് ചേരാത്തതായിരിക്കും. അതൊക്കെ റിസപ്ഷനിസ്റ്റിന്റെ സ്വഭാവത്തിന് ചേരാത്തതാണെങ്കിൽ കൂടി അവർക്ക് വിധേയമായിട്ട് ഓരോ ഇൻഫർമേഷൻസ് അവരുടെ നിന്ന് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വിവരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരോട് യോജിച്ച് പ്രവർത്തിക്കണം. അതാണ് അഡാപ്റ്റബിലിറ്റിയിൽ മെയിൻ ചെയ്യുന്നത്. ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ്. പറയാം ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളാണ്. അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഡിമാൻഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ചില ഇതുകൾ ഉണ്ടാവും അല്ലെ, ഓരോ റിസപ്ഷനിസ്റ്റിനും അവരുടേതായ പോളിസികളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി എന്താണ് എഡ്യൂക്കേറ്റ് എന്നുള്ളത്, അതായത് ടെലിഫോൺ മര്യാദകൾ. നമുക്കറിയാം നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് അവരോട് ഭയങ്കര വോയിസിൽ നമുക്ക് ആൻസർ കൊടുക്കാൻ പാടില്ല. അതേമാതിരി തന്നെ ഒട്ടും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ശിക്ഷിക്കുന്ന മാതിരി ആൻസർ കൊടുക്കാനും പാടില്ല. അവരുടെ ക്ലിയർ ആയിട്ട് തന്നെ നല്ല വ്യക്തമായ ഭാഷയിൽ തന്നെ അവർക്ക് ആൻസർ കൊടുക്കണം എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്കറിയാം കുറച്ചു നേരം കൂടുതൽ നേരം ഫോൺ റിസീവർ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് വേറെ പണിക്കൊന്നും പോകരുത്. അവരോട് റെസ്പോണ്ട് ചെയ്യും. നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന് പല ഡ്യൂട്ടികളുണ്ടാവും. ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. എൻക്വയറിയിൽ മുന്നിൽ വന്നിരിക്കുന്ന പേഴ്സൺസിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതുണ്ടാവും. പല ഡിപ്പാർട്ട്മെന്റിൽ തലത്തില് ചിലപ്പോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അത് അവർക്ക് ഇഷ്യൂ ചെയ്തു, അതായത് അത് അവർക്ക് കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ഡ്യൂട്ടികൾ ഒരേ സമയം തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു റോള് റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. എങ്കിൽ കൂടി ടെലിഫോണിൽ ഉള്ള മര്യാദകൾ ആ ഒരു മര്യാദ തന്നെ കീപ്പ് ചെയ്യണം. പിന്നെ പേഷ്യന്റ് കോൾസ് ഇൻ ദ വേ in which the front desk person handle the telephone call determines how the facility is perceived. The medical officer and the receptionist must speak to the listener and maintain confidently decide having good phone manners. അതായത് അവരെ കേൾക്കാം, ഫോണിൽ കൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ലിസൺ ചെയ്ത് കേട്ട് അവർക്ക് ആത്മവിശ്വാസം ഉണർത്തുന്ന തരത്തിലുള്ള മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ ഡോൺസ്, അതായത് ചെയ്യേണ്ടതാത്തതുമായ കുറെ കാര്യങ്ങളുണ്ട്. അതായത് പ്ലസന്റ് ആയിട്ട് അവരോട് സംസാരിക്കണം. സ്പീക്ക് ക്ലിയർ ആയിട്ട്, ഞാൻ പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമായ ഭാഷയിൽ സംസാരിക്കണം. വെൽക്കം ചെയ്യണം, അവരെ വെൽക്കം ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട്. നമ്മളിപ്പോ അവിടെ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മിക്കവാറും ഫോണിന്റെ ഫസ്റ്റ് ഓക്കെ ഗുഡ് മോർണിംഗ് ഹോസ്പിറ്റലിന്റെ പേരായിരിക്കും അവരെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും അവര് ചോദിക്കുന്നതിന് മറുപടികൾ കൊണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം. ഈ ഡോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുതാറുണ്ട്. ഡിസ്ട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സംരംഭിക്കും ഭയങ്കര കടപെടാന്ന് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവില്ല. ഒന്ന് നിർത്തി സംസാരിക്കുന്ന രീതിയിലേക്ക് ആക്കണം. ഷൗട്ട് ഓർ വിസ്പർ, അതായത് ഒരുപാട് ഒച്ചടിച്ച് സംസാരിക്കരുത്. വിശ്വസിക്കുന്ന മാത്രം സംസാരിക്കരുത്. ഹോൾഡ് ഫോർ ഒരുപാട് നേരം ഫോൺ റിസീവർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ടെലിഫോണിന്റെ മര്യാദകളാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ നമുക്കറിയാം അവിടെ ഉള്ള അതിന്റെ പ്രത്യേകത, ആ ടേബിളിന് അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ടേബിളെല്ലാം നല്ല നമുക്കറിയാം മിഡിലിൽ തന്നെ ഇടണം. ആ ടേബിളിനോട് ചേർത്തിട്ട് പല മെഷീൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള മെഷീൻസ് ചിലപ്പോ ബ്ലഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഡയറ്റർമിക് പോലത്തെ മെഷീൻ, വെന്റിലേറ്റർ പോലത്തെയുള്ള നമ്മുടെ ഓക്സിജന്റെ കാര്യങ്ങളൊക്കെ അല്ലെ, ശ്വാസം നിലനിർത്തേണ്ടതുമായി ബന്ധപ്പെട്ട കുറച്ച് മാറ്റേഴ്സ് ഒക്കെ ഉള്ള മെഷീൻസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ള വ്യക്തികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ടും പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻവയറമെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ ഇതോട് കൂടിയിട്ടുള്ള നല്ല ഒരു ഡിസൈനിന്റെ കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ പേഴ്സണൊക്കെ എപ്പോഴും നല്ല രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടായിരിക്കണം അവിടേക്ക് പോകേണ്ടത്. അഴുക്കുകളൊന്നും അവിടെ വരാൻ പാടില്ല. സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ മാത്രമേ, അതായത് അണുവിമുക്തമാക്കിയിരിക്കുന്ന ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടുത്തെ നേച്ചർ കൂളായിരിക്കണം. പിന്നെന്താണ് എയർ കണ്ടീഷനിങ് ഒക്കെ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അതനുസരിച്ച് ബാക്ടീരിയലിന് വളർച്ചയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്.
പിന്നെ എന്താണ് അവിടെ ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, പേഷ്യൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേമാതിരി തന്നെ കാർഡിയോഗ്രാഫി പോലെ ഇൻസിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പേരുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാർഡിയോഗ്രാഫി എന്നൊക്കെ പറയാൻ അതൊക്കെ നോക്കുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ റേഡിയോഗ്രാഫേഴ്സ്, ഇത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ റേഡിയോഗ്രാഫേഴ്സ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. പിന്നെ കുറച്ച് എന്താണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കുറച്ച് പോളിസികളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് തന്നെ സാങ്ക്ഷൻ ചെയ്ത ആണുവിമുക്തമാക്കിയ കാര്യങ്ങളോട് കൂടിയിട്ടായിരിക്കണം എല്ലാവരും തന്നെ പോകേണ്ടത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ള ലെവലിലുള്ള വസ്തുക്കൾ തന്നെ അവിടെ ധരിച്ചിരിക്കണം. ജ്വല്ലറി ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് അവിടേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന വീണ്ടും ഓർക്കേണ്ട ഒരു കാര്യം, ചില മെഷീൻസിന്റെ പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അതിന്റെ ഉപയോഗം വെച്ചിട്ട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ചെയ്ത്, അതായത് ഡയഗ്രാമി മെഷീൻ, വെന്റിലേറ്റർ മെഷീൻ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ബ്ലഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡയഗ്രാമി മെഷീൻ ഉപയോഗിക്കുന്നത്. വെന്റിലേറ്റർ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസം, അതായത് ഓക്സിജന്റെ സപ്ലൈ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ അത്തരം മെഷീൻസ് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഇതിൽ വരുന്ന വേറെ കുറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ എങ്ങനെയായിരിക്കണം, ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഡയറക്ഷനിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ സോൺ തിരിച്ചിട്ടുള്ള ഇതുകൾ വരുമ്പോൾ ഓരോ സോണിന്റെയും കീഴിൽ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. കാരണം ചിലരൊക്കെ ഒരു ഇതിന്റെ സോണിൽ അണ്ടറിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് ക്ലീൻ സോൺ എന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കണം. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞോ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ ഓക്കെ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യങ്ങളിൽ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തത്തെ സ്കാനേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ്. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന തരത്തിലുള്ള അവിടെയുള്ള റൂം ലൈറ്റ്സും സർജിക്കൽ ലൈറ്റ്സ് ഒക്കെ അതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പൈസ എന്നുള്ള കാര്യം. പിന്നെ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ CT സ്കാൻ, MRI സ്കാനേഴ്സ് എല്ലാം അതിനകത്ത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ആ ഫെസിലിറ്റിയും കൂടി അവിടെ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, നമ്മള് അവിടെ പൊതുവെ ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻകരുതൽ എന്ന നിലയ്ക്ക് പൊതുവെ നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഓരോ പ്ലേസുകൾ ഉണ്ട് അല്ലെ, ഓരോ വാഷ് ചെയ്യാനുള്ള പ്ലേസ് കാര്യങ്ങൾ, അങ്ങനെ പ്രവേശിക്കുവാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു സ്പേസ് ഓടി അറേഞ്ച് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ എന്താണ്, നിങ്ങളതിൽ MRIയുടെ ഒക്കെ ഫുൾ ഫോം ചിലപ്പോൾ റയറായിട്ടെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് എന്നുള്ളതാണ്. എല്ലാത്തിന്റെയും അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ, എല്ലാ സ്കാനിങ്ങുകളുടെ ഇതൊന്നും ചോദിക്കാറില്ല. ചിലതെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെന്താണ്, നമ്മളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളത് എവരി 15 മിനിറ്റ്സിന് എവരി 15 മിനിറ്റ്സ് ആഫ്റ്റർ സർജറി അവരെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം അതൊക്കെ ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണേറ്റൊപ്പം എല്ലാവരും വായിച്ച് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. കാരണം എക്സാം ഒക്കെ നിങ്ങൾ ചിലപ്പോൾ മിക്കവാറും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് പഠിച്ചുള്ള നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് ഒരു അറിയാതെ അല്ലെ, എല്ലാ ഭാഗങ്ങളും നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ ചോദിക്കുമ്പോൾ എന്തിനെ കുറിച്ച് ചോദിച്ചാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടും. എന്താണെന്നുള്ളത് എന്തായാലും വായിച്ചു പോണതിനൊപ്പം മനസ്സിലാക്കി കൊണ്ടുപോകും. പിന്നെ ഇതിപ്പോ നമ്മള് പറഞ്ഞു നിർത്തിയത് ഈ 15 മിനിറ്റ്സിൽ നമ്മളെ പേഷ്യൻസിനെ എക്സാമിൻ ചെയ്തുകൊണ്ട് പോകേണ്ടതാണെന്നുള്ള കാര്യം. പിന്നെന്താണ്, പൊതുവെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങനെ വരുന്നതില്ല. ലാസ്റ്റ് ഭാഗത്ത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഭാഗത്തുള്ളത് മെയിൻറ്റെയിൻ ക്ലീൻ ആൻഡ് ഓർഡർ ക്ലീനിങ് രജിസ്ട്രേഷൻസ് പറയുന്നത് അല്ലെ,
സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. പിന്നെ പുതിയ ക്ലറിക്കൽ സ്റ്റാഫിനെ ആരാണ് അത് കൈകാര്യം ചെയ്തത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണെന്നുള്ള കാര്യം ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും പ്രവൃത്തികൾ ക്ലിയർ ചെയ്യാനുണ്ടോ? ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓപ്പറേഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് എടുക്കേണ്ടത് വെന്റിലേറ്റർ ആണ്. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, അതില് നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് നമ്മുടെ ഒരു സപ്പോർട്ടിങ് മെഷീനാണ്. നമ്മുടെ ഒരു രോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനല്ല. ആ രോഗം ഭേദമാകുന്നത് വരേക്കും നമ്മളുടെ ശ്വാസത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കറിയാം ശ്വാസം നിലനിൽക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യത്തിലെ നമുക്ക് ജീവനുള്ളൂ. അപ്പൊ അത് നിലച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മുടെ വെന്റിലേറ്റർ എന്നുള്ള മെഷീൻ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. വെന്റിലേറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിങ് കാര്യം ചെയ്യുക, നമ്മുടെ ശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ വ്യത്യസ്ത പേരുകളുണ്ട്. ബ്രീത്തിങ് മെഷീന്, മെക്കാനിക്കൽ വെന്റിലേഷൻ ഒക്കെയാണ് അതിന്റെ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നത്. പിന്നെന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഈ COPD, ARDS ഒക്കെ ആ ഫുൾഫോം ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കണം. അത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ് ഇതിന്റെ ഫുൾഫോം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, ഇതെല്ലാം ചില അസുഖങ്ങളുടെ ബേസിൽ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ പൊതുവെ നമുക്കറിയാം അല്ലെ, ലങ്സ് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴൊക്കെയാണ് പൊതുവെ വെന്റിലേറ്റർ മെഷീൻ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ പേരുകൾ നമ്മൾ വ്യത്യസ്ത രീതിയിൽ വെന്റിലേഷന്റെ സഹായം ഉപയോഗപ്രദമാക്കാവുന്നതാണ്. അപ്പൊ ഈ നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വെന്റിലേറ്റർ അതൊക്കെ അതെല്ലാം വരും. അപ്പൊ അതിനൊക്കെ വേറൊരു പേരും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രാക്കറ്റിൽ കുറച്ച് പേരും കൂടി കൊടുത്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിൽ ഇതിങ്ങനെ ഒരു ഓപ്ഷൻ പേരുകൾ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കണം. അതത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ, അതായത് നമ്മളിങ്ങനെ വാലിഡേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യങ്ങൾ വെച്ചിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി വരുമ്പോൾ അവരെങ്ങാനും അങ്ങനത്തെ കിട്ടാനോ, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞതാണ്. എങ്ങനെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ എക്സാം ബോർഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ ഒരു ഇതും കൂടി ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി നോട്ട് ചെയ്തിട്ടുള്ള, അതായത് വാട്ട് ഈസ് മീൻ ബൈ എ ലാരിങ്സ് എന്ന് പറയുമ്പോൾ വോയിസ് ബോക്സ് ആണ് അതിൽ മീൻ ചെയ്യുന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരികയാണ്. പിന്നെ നമ്മൾ വെന്റിലേറ്റർ മെഷീൻ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡ്യൂറിങ് സർജറിയുടെയും റിക്കവറി ടൈമിലൊക്കെ വെന്റിലേറ്റർ മെഷീനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. വെന്റിലേറ്ററിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. പിന്നെ വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ഇറിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ കിടന്നു പോകുന്ന കാര്യമായതുകൊണ്ട് കുറെ ക്ലോട്ടിങ് അല്ലെ, ക്ലോട്ടൊക്കെ ഫോം ചെയ്യാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിരിക്കാം. പിന്നെന്താണ്, പൊതുവെ ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടി നിൽക്കുമ്പോഴൊക്കെ വെന്റിലേറ്ററിന്റെ സഹായം മസ്റ്റായിട്ട് വരും അല്ലെ. ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വെക്കാം. അതായത് പൾമിനറി എഡിമ എന്നാണ് അതിനെ പ്രത്യേകമായിട്ട് പറയുന്നത്. നമ്മളിങ്ങനെ ഇതിന്റെ പേരുകൾ വെച്ച് പറയുന്നത് ഓരോരോ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതില് പൾമിനറി എഡിമയൊക്കെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അതില് വരുന്നത് എന്താണ്, നമ്മുടെ ലങ്സിൽ കൂടുതൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇറിറ്റേഷൻ കാര്യങ്ങളല്ലേ, ഇൻഫെക്ഷൻ വരാനായിട്ട്
സാധ്യതയാണ്. ഇറിറ്റേഷൻസ് ഉണ്ട്, വോക്കൽ കോഴ്സ് ഇഷ്യൂസ് ഉണ്ട്, പൾമണറി എഡിമ വരുന്നത്. അതായത് അതിലെല്ലാം കൂടുതൽ വന്ന് നിറയാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ ബ്ലഡ് കോൾസ്, അതായത് നമ്മുടെ രക്തപ്രവാഹം നമ്മൾ കിടന്ന് തന്നെ ചെയ്യുന്നുമ്പോൾ വെന്റിലേറ്റർ മെഷീന്റെ സഹായം വരുമ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റിൽ കിടക്കേണ്ട വരും. അപ്പൊ ഒരുപാട് നാൾ കിടക്കുമ്പോൾ എന്താണ് അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയും, ക്ലോട്ടിങ് വരാനുള്ള സാധ്യതയ്ക്ക്, രക്തം കണ്ടുപിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെന്താണ്, പൊതുവെ ആരാണ് ഹൂ അറ്റൻഡൻസ് പേഷ്യന്റ് ആണ് മെക്കാനിക്കൽ പേഷ്യന്റ്. എന്താണ് മെക്കാനിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഇതിനെ കുറിച്ചിട്ട് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. അല്ലെ, നമ്മൾ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കണം ഡോക്ടേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അത്തരം കാര്യങ്ങളാണ് ഇതിലും വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അല്ലേ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെറ്റീരിയൽ പറഞ്ഞു തരേണ്ടതുണ്ടോ? ഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് എന്താണ്, നമ്മൾ പൊതുവെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ കുറച്ച് നഴ്സുമാരുടെ കാര്യങ്ങളല്ലേ. പൊതുവെ വ്യത്യസ്ത തരത്തിലുള്ള ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചുള്ള നഴ്സിംഗ് പൊസിഷൻസ് ഉണ്ട്. പൊതുവെ ഇതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. കാരണം നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്പർവൈസർ അതിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്, who arrange and coordinate admission, nursing and patient care procedure, അല്ലെങ്കിൽ who guide staff procedure. അപ്പൊ ഇതാരാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. കാരണം ഓപ്ഷൻ വരുമ്പോൾ വ്യത്യസ്ത ഹൈറാർക്കികൾ, അതായത് വ്യത്യസ്ത ലെവലുള്ള സ്റ്റാറ്റസ് കൈകാര്യം ചെയ്യുന്ന നഴ്സുമാരുണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യണമെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും മനസ്സിലാക്കി വയ്ക്കുക. അതാണ് പൊതുവെ വരുന്ന ചോദ്യം. മിക്ക ക്വസ്റ്റ്യനിലും ഇങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാറ്. അതായത് വാർഡ് ഓപ്പറേഷൻ ആരാണ് നഴ്സിംഗ് ഇൻചാർജ് എന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻസിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ കാര്യമൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഏതൊക്കെ രീതിയിലാണ്, ഓറിയന്റേഷൻ എന്താണ്, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. പൊതുവെ ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ഒരു ഭാഗം നമ്മൾ വായിച്ച് കൃത്യതയോടെ കൂടി മനസ്സിലാക്കാൻ വെക്കേണ്ടതുണ്ട്. പിന്നെന്താണ്, പൊതുവെ നഴ്സിംഗ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ ഇതിലേക്ക് വരുമ്പോഴൊന്നും പ്രത്യേകിച്ച് എന്താണ് സ്റ്റാഫിംഗ് നോളജും സ്റ്റാഫിംഗ് പ്രോസസ് എന്നൊക്കെ ഉള്ളത്, അതായത് അവരെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ഏത് വ്യക്തികളെയാണ് നിയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാനായിട്ടാണ് വരുന്നത്. പിന്നെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് കിടന്ന് ചികിത്സിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതൽ നേരം സപ്പോർട്ടീവ് ആവശ്യമാണ്. അപ്പൊ സെൽഫ് കെയർ ഉള്ളവര്, മിനിമം കെയർ ഉള്ളവര്, പിന്നെ ഫുൾ കെയർ ഉള്ള പേഷ്യൻസ് എന്നുള്ള കാര്യം ഉറപ്പിക്കണം. പിന്നെന്താ, ഓരോ നഴ്സിംഗിന്റെ ഡ്യൂട്ടീസിൽ അതിൽ വരുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് വിളിക്കാം. പിന്നെ ചില ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടായിരുന്നു പറയാം, 10 yearsന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണെന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ലിസ്റ്റ് നോക്കി വയ്ക്കാം. പൊതുവെ ഈ ചാപ്റ്റർ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കാനുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്ത ഡ്യൂട്ടികൾ ഉള്ളത് കൊണ്ട് ഇത് നിങ്ങൾ നല്ല കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം ഏത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നമുക്ക് അധികം സമയമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും? ഇനിയുള്ളത് ലേബർ റൂമാണ്. ലേബർ റൂമിൽ നമുക്ക് അറിയാം, അതായത് ലേബർ റൂം പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് മാറ്റേഴ്സ് ആണ് അവിടെ കുറച്ച് ഡിസ്കസ് ചെയ്യാനുള്ള പാഠം എന്ന് പറയുന്നത്. കുറച്ചുള്ളൂ, ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സിംഗിൾ ചാപ്റ്റർ തന്നെയാണ്. അതിന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. എന്താണ് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ അതില് വരുന്ന ഒരു കാര്യം ഡിസൈനൊക്കെ അല്ലെ, നമ്മള് പ്രധാനമായിട്ടും കരുതി വെക്കേണ്ട സോണുകൾ ഏതൊക്കെയാണ്, അൺസ്റ്റെറിലൈസ് സോണോ, പ്രൊട്ടക്റ്റീവ് സോണോ, ഡെലിവറി സോണുകളൊക്കെ എങ്ങനെയാണ്.
എന്നൊക്കെയുള്ള കാര്യം. ഡിസൈൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് വേണം, അതേസമയം ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ഉണ്ടായിരിക്കേണ്ട കുറച്ച് മെഷീൻസിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് സ്റ്റെറിലൈസ്, ഫെറ്റൽ ഡോപ്ലറോ ഫെറ്റൽ ആദ്യത്രാക്കോ, അതായത് കുട്ടികളുടെ ശബ്ദം അതിന്റെ ഹൃദയം വിളിപ്പുകളെ വീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമൊക്കെ ഓർത്ത് വെക്കുക. അവിടെ എപ്പോഴും ശുചിത്വത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കുട്ടികൾക്ക് അല്ലെ, കുട്ടിയായതുകൊണ്ട് അത് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ പൊരുത്തപ്പെട്ട് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് അതിലൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെയുള്ളത് നമുക്ക് എടുക്കേണ്ട ഒരു പോയിന്റ് ഭാഗമെന്നുള്ളത് ഇതിൽ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സ്പില്ലേജ് വേസ്റ്റ് ആണ്. അത് നമ്മൾ ഇത്തിരി കുറച്ച് സമയം എടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിൽ പ്രധാനമായിട്ടും വരുന്ന സ്പില്ലേജ് വേസ്റ്റിന്റെ സ്റ്റെപ്സുകളൊക്കെ നോക്കാം. അതായത് എവിടെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നുള്ള കാര്യമുണ്ട്. അതേമാതിരി തന്നെ ഇങ്ങനെ വരുമ്പോഴൊക്കെ സ്റ്റെപ്സിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. മിക്ക സ്പില്ലേജ് വേസ്റ്റിന്റെയും വരുന്ന ആ റിപ്പീറ്റേഷൻ തന്നെ വീണ്ടും വരുന്നുണ്ടല്ലേ. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടാണ് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ മിക്ക എന്താണ് നമ്മുടെ വെറുപ്പുറിയൊക്കെ ആണെങ്കിൽ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പോയിന്റ് ഒക്കെ സ്പെഷ്യലി എടുത്ത് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറുതാണെങ്കിൽ ചെറിയൊരു ലീക്കേജ് ആണെങ്കിൽ അതിൽ അടക്കി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അതിന്റെ കണ്ടെയ്നർ അത് നല്ല രീതിയിലുള്ള കണ്ടെയ്നർ ബോക്സ് ആയിരിക്കണം. അതിനകത്ത് മാത്രമേ നിക്ഷേപിക്കാനൊക്കെ പാടില്ല. കൃത്യമായിട്ട് ലേബിൾ ചെയ്ത ഹസാർഡ് വേസ്റ്റോ അല്ലെങ്കിൽ ബയോ ഹസാർഡ് വേസ്റ്റെന്നോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ഹസാർഡ് വേസ്റ്റിനൊക്കെ ലേബിൾ ചെയ്തിരിക്കുന്ന ഇതിൽ തന്നെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. അപ്പൊ ചെറുതായിട്ടൊന്ന് നോട്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഫസ്റ്റ്ലി നമ്മൾ മൈനർ ആണ് എങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ആണ്. അത് അതേമാതിരി തന്നെ പേഴ്സിലാണെങ്കിലാണ് എന്ത് നമ്മൾ ഈ കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സിനെ കൃത്യമായിട്ട് തന്നെ അറിയിക്കേണ്ടതായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, നോട്ടിഫൈ അതേഴ്സ് ആണ് മൈനറിൽ വരുന്നത്. ഇവിടെയാണെങ്കിൽ നോട്ടിഫൈ അതേഴ്സ് മാത്രമല്ല, എന്താണ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അതായത് അവിടെ എമർജൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി സർവീസിനെ ഫയർഫോഴ്സിനെ മറ്റോ അറിയിക്കേണ്ടതുണ്ട്. തന്നെ വ്യക്തിഗത ഏരിയ പ്രിവെന്റ് അതേസമയം മക്കളിലേക്ക് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും പൊട്ടിത്തെറികളോടും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെയുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത് നമുക്കറിയാം ഫയർഫോഴ്സ് ആണ്. നമ്മൾ അറിയിച്ചില്ലെങ്കിൽ അവരാണ് ആക്ഷൻസ് ഒക്കെ എടുക്കുക. ഇവിടെയാണെങ്കിൽ നമ്മൾ അത് മൈനർ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോട്ടിഫൈ ചെയ്യും, ആരേക്കും അവിടേക്ക് കടത്തി വിടില്ല, ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ട് അവിടെ ചെറിയൊരു സ്പില്ലേജ് ആണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് വേണ്ടിയിട്ട് ആസിഡ് വാട്ടറിലേക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യും. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ ഡിസ്കാർഡ് ചെയ്യും. പിന്നെ എന്താണ് അവിടെ അണുവിമുക്തമാക്കാൻ എങ്ങനെ സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് ആ സൊല്യൂഷൻ, അതായത് നമ്മൾ നേരത്തെ ഇതിൽ കണ്ട മാറ്റേഴ്സ് ആണ്. മൈനർ ആണെങ്കിൽ നമ്മൾ അതിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ അണുവിമുക്തമാക്കിയ ഏരിയ ആണെങ്കിൽ അതിനുശേഷം നമ്മൾ അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി. പിന്നെ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്, അതായത് നമുക്കറിയാം അതിന്റെ കിരണങ്ങളൊക്കെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നു. പിന്നെ ലബോറട്ടറികളിലാണെങ്കിലും എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. പിന്നെ ചില ഇതുകളുണ്ട്, അതായത് ഇതിന്റെയൊക്കെ RC, RA SH എന്താണ് അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫുൾഫോമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ചോദിച്ചില്ല. എനിവേ നിങ്ങൾ എന്തായാലും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരുങ്ങുക. പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉള്ള മോക്ക് ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതായത് അതുമാതിരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. മോഡലുകളൊക്കെ അതൊക്കെ അങ്ങനെ ആയിരിക്കും. എന്തായാലും എല്ലാം പഠിച്ചിട്ട് നോക്കാം. ഒരു ഇന്റർവ്യൂ കൂടി വന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ചു വയ്ക്കും. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
Okay, thank you. Thank you, ma'am. Thank you, ma'am.